ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മമ്മൂട്ടിക്ക് 73 വയസ്സ് തികയുന്ന ദിവസമാണ്. കഴിഞ്ഞ വർഷം അത് ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അതിന് മുമ്പത്തെ വർഷം എല്ലാ വർഷവും ഗംഭീരമായിട്ട് പുതിയ പരിപാടികളോടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും ആഘോഷിക്കുമ്പോഴും അടുത്ത വർഷം എന്തായിരിക്കണം എന്ന് ചില സൂചനകൾ നൽകാറുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കണം. അസുഖം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടാണ്, വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടായിരിക്കണം, പിന്നെ പിന്നെ ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക്, അങ്ങനെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളാണ് മമ്മൂട്ടി കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഒരു പ്രത്യേകത, കഴിഞ്ഞ വർഷം പറഞ്ഞ് അടുത്ത വർഷം ഞാനൊരു സസ്പെൻസ് നിങ്ങൾക്കായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്ന്. ഞങ്ങൾ ആ സസ്പെൻസ് അന്നേ പൊട്ടിച്ചു. കാരണം ആ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേര് വർഷങ്ങളായിട്ട് ഓമനിച്ച് കൊണ്ടു നടക്കുന്ന ഒരു സസ്പെൻസ് ഉണ്ട്. അതായത് സംവിധാനത്തിലേക്ക് പ്രവേശിക്കുക. മമ്മൂട്ടി ഇത്രയും നല്ല സിനിമകൾ സ്വന്തം ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല. പക്ഷേ മമ്മൂട്ടി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? മമ്മൂട്ടി സ്വന്തം ബാനറിൽ കുറേ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ സിനിമകൾ ഉണ്ടാക്കുക മാത്രമല്ല, തനിക്ക് സംവിധാനം ചെയ്യാനുള്ള വഴി കൂടിയാണ്, ബാനർ കൂടിയാണ് തൻ്റേതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 7-ാം തീയതി, അതായത് നാളെ, മമ്മൂട്ടി സ്വാഭാവികമായിട്ടും വലിയ ഫംഗ്ഷൻ നടത്തിക്കൊണ്ട്, വലിയ പാർട്ടി നടത്തിക്കൊണ്ട് തൻ്റെ സംവിധാന സംരംഭത്തിന് തുടക്കം കുറിക്കും എന്ന് പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നാലോചിക്കണം. എന്നിട്ട് എന്ത് പറ്റി എന്ന് നിങ്ങൾ ചോദിക്കല്ലേ? ഒന്നും പറ്റിയിട്ടല്ല. എല്ലാവിധ സംവിധാനങ്ങൾ, കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ച് 2024 കൂടുതൽ സന്തോഷത്തിൻ്റെ വർഷം തന്നെയാണ്. സിനിമകളെല്ലാം വൻ വിജയമാകുന്നു, അഭിനയിച്ച കഥാപാത്രങ്ങൾ വിജയമാകുന്നു. അതിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മറുവിഭാഗം വിവാദങ്ങൾ അനുഭാഗത്ത് കെടുക്കും. പക്ഷേ മമ്മൂട്ടി നെഗറ്റീവ് റോളുകൾ കൂടി തിരഞ്ഞെടുത്ത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നു. അതായത് ഒരു നടന് എല്ലാത്തരം വേഷങ്ങളും ചെയ്യണം, അത് നായകസ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ചെയ്യുമ്പോഴാണ് തന്നെ അന്തസ്സ് എന്നൊക്കെ ആ തീരുമാനപ്രകാരമാണ് മമ്മൂട്ടി ഇത്തവണ മമ്മൂട്ടിയുടെ കൂടുതൽ സ്പെഷ്യൽ സിനിമകളും വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പിറന്നാൾ കഴിഞ്ഞിട്ട് ഇറങ്ങാനിരിക്കുന്ന 2-3 സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. അതും വളരെ വ്യത്യസ്തമായിരിക്കും. കൂടാതെ ഇപ്പോൾ മമ്മൂട്ടിയുടെ പുതിയ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം മേനോൻ അടക്കമുള്ളവരുള്ള പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നാളെ പിറന്നാൾ. അപ്പോൾ പിറന്നാൾ ആയിരിക്കുമ്പോൾ എനിക്ക് മമ്മൂട്ടിയുടെ ഇൻ്റർനാഷണൽ മമ്മൂട്ടി ഫാൻസിൻ്റെ ഇൻ്റർനാഷണൽ നേതാവാണ് ആസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന കോട്ടയംകാരനായ റോബർട്ട്, എൻ്റെ കൂടി സുഹൃത്താണെന്ന് ആലോചിക്കണം. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും റോബർട്ടുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇത്തവണയും ഞാൻ റോബർട്ടിനെ വിളിച്ചു. കാരണം റോബർട്ടിനെ വിളിക്കാൻ കാരണം, ഇവിടെ കോവിഡ് സമയത്ത് ആലോചിക്കണം, കോവിഡ് സമയത്ത് ആസ്ട്രേലിയയിൽ നിന്നുള്ള സഹോദരന്മാരെ കേരളത്തിലെത്തിക്കാൻ വേണ്ടി ഫ്ലൈറ്റ് സ്പെഷ്യൽ ചാർട്ട് ചെയ്തവരെ കൊണ്ടുവന്നിട്ട് ഈ മമ്മൂട്ടി ഫാൻസിൻ്റെ നിറയ്ക്കും. അതിന് മുൻകൈ എടുത്തത് റോബർട്ടാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള റോബർട്ടെ ഞാൻ വിളിച്ച് ചോദിച്ചു, റോബർട്ട് എന്തൊക്കെയാണ് വിശേഷം? ഇത്തവണ അടിച്ച് കലക്കുമെന്നാണല്ലോ കേട്ടിരിക്കുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ റോബർട്ട് എന്നോട് സൂചിപ്പിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ, ഇത്തവണ അധികം സന്തോഷത്തോടെ വലിയ ഉത്സവപ്രതീതിയോടെ ആഘോഷം നടക്കാൻ സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് അതിൽ വലിയ താല്പര്യം കാണിച്ചില്ല. അതിന് പ്രധാന കാരണം പറഞ്ഞത്, ഈ വയനാട് നമ്മുടെ നാടോ, ഈ വയനാട് ഇത്രയും ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ കണ്ണീര് ഉണങ്ങാൻ പോയിട്ട് കണ്ണീരിപ്പോൾ തളം കെട്ടി നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് എനിക്ക് എങ്ങനെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റും? എൻ്റെ കണ്ണുകൾ പോലും നിറഞ്ഞിരിക്കുന്നതായിരിക്കണം. അവിടെ നമ്മളെപ്പോലുള്ളവരെല്ലാം സഹായഹസ്തങ്ങളുമായിട്ട് ചെല്ലേണ്ടവരാണ്. ചെന്നിട്ടുമുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇനിയും ആവശ്യത്തിലേക്ക് കൊടുക്കും. മരുന്നായിട്ടോ പണമായിട്ടോ വീടായിട്ടോ എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗം ഇത്തവണ അങ്ങനെ ആയിരിക്കട്ടെ. മറ്റൊന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരന്മാരടക്കമുള്ളവരിൽ സിനിമയിലിപ്പോൾ വലിയ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, സ്ത്രീകൾ ഒരു വലിയ സമൂഹം സ്ത്രീകളടക്കം കൊണ്ട് ഈ നടന്മാർ അത് ചെയ്തു ഇത് ചെയ്തു എന്നെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. ഒരു ഹേമ കമ്മിറ്റിയും വന്നിട്ടുണ്ട്, എല്ലാം കൂടിയും. അപ്പോൾ ഇതിൻ്റെ നടത്തുന്നുകൊണ്ടിരിക്കുമ്പോൾ അതും കൂട്ടിക്ക് എങ്ങനെ നമുക്ക് ആഘോഷിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പക്ഷേ അപ്പോൾ റോബർട്ട് പറഞ്ഞു, എന്നിട്ടും ഞങ്ങളോട് പറഞ്ഞത്ര, അതായത് എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ, അതായത് വൈദ്യസഹായം വേണം, ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല, മരുന്നെത്തിക്കണം,
വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമെത്തിക്കണം. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് റോബർട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ആസ്ട്രേലിയയിൽ ആദ്യം രക്തം ദാനം ചെയ്യുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ രക്തദാനം ഈ പിറന്നാളിൻ്റെ മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഇവിടെ നമുക്ക് രക്തം കുറവാണെന്ന് ആലോചിക്കണം. ബ്ലഡ് ബാങ്ക് ഉണ്ടെങ്കിലും അവിടെ ധാരാളം ബ്ലഡ് ശേഖരിക്കാനുള്ള സംവിധാനമില്ല. ശേഖരിക്കുകയാണെങ്കിൽ തന്നെ അപൂർവ ഇനത്തിൽപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട രക്തങ്ങൾ കിട്ടാനില്ല. അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ രക്തങ്ങൾ നമ്മൾ ശേഖരിക്കാൻ സംവിധാനം ഉണ്ടാക്കണം. പിന്നെ ഓപ്പറേഷന് വേണ്ടി കിടക്കുന്ന ആൾക്കാരുണ്ട്, പണമില്ലാത്തവർക്കുണ്ട്, അവർക്ക് സഹായിക്കണം. പിന്നെ വീടില്ലാത്ത ഈ പല ദുരന്തങ്ങളും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വയനാട്ടിൽ തന്നെ പോവുക, അവിടെ പോയി സത്യത്തിൽ അവിടെ ഫാൻസിൻ്റെ മമ്മൂട്ടിയുടെ ഫാൻസ് അവിടെ പോയി ഒരു ദിവസത്തെ ഈ ശരിക്ക് അവിടെയാണ് ഞങ്ങളുടെ മമ്മൂക്കയുടെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം ഈ വയനാട്ടിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മൊത്തം എല്ലാവരും കയറി ഇറങ്ങി ഒരു നേരത്തെ ആഹാരം പോലെ ഒരു ദിവസത്തെ ഫുൾ ആഹാരം അവിടെയാണ് അന്നദാനം നടത്തേണ്ടത് എന്നൊക്കെ ഒരു ധാരണ പരന്നിട്ടുണ്ട്. എന്തു ചെയ്യുമെന്നുള്ളത് മമ്മൂട്ടിയുടെ കാര്യമായതുകൊണ്ട് മുൻകൂട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം വെച്ചാൽ മമ്മൂട്ടി പ്രഖ്യാപിക്കാനിരുന്ന എൻ്റെ സംവിധാനത്തിൻ്റെ തുടക്കം എന്നുള്ള പരിപാടിക്ക് തുടക്കം ഇടായിരുന്നതാണ്. അതെന്തായാലും ഇത്തവണ ഈ ഉത്സവത്തിന് ഒരു പിറന്നാളിന് 71ാം പിറന്നാളിന് മമ്മൂട്ടി പ്രഖ്യാപിക്കുന്നില്ല എന്നും പറഞ്ഞു കേൾക്കുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, ഒരു രീതിയിലും വ്യക്തിപരമായ സന്തോഷത്തിന് ഈ കാലഘട്ടത്തിൽ മമ്മൂട്ടി പ്രാമുഖ്യം കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അത് ചോദിച്ചാൽ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, എന്തൊക്കെയാണ് പറയുന്നില്ല. പുള്ളി ഇപ്പം അങ്ങനെ തന്നെയാണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ, ഇഷ്ടമുള്ളത് എഴുതിക്കോ, ആ ഒരു മൂഡിലാണ് നടക്കുന്നത്. പക്ഷേ അറിഞ്ഞിടത്തോളം മമ്മൂട്ടി പറഞ്ഞില്ലെങ്കിലും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ചില അടുത്തെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരുണ്ടെന്നാൽ അവർ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്, സങ്കടത്തിലാണെന്ന് പറഞ്ഞിട്ട്. പ്രായമായതുകൊണ്ടല്ല, ഈ നാട്ടിൽ നടക്കുന്ന ദുരന്തങ്ങളെ ഓർത്താണ്. പക്ഷേ ഞാൻ കുറേ പേര് ഇവിടെ സന്തോഷിച്ചിട്ടുണ്ട്, കുറേ പേര് പണമുണ്ടാക്കുന്നുണ്ട്, വലിയ വീട് വയ്ക്കുന്നുണ്ട്, വലിയ കാറുകൾ ഒക്കെ ശരി തന്നെയാണത്. എത്രയുണ്ടായാലും ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം തകർന്നു വീണ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ, ഒരു കുടുംബത്തിലെ 10 പേരടക്കം ഒരു നൊടിയിട കൊണ്ട് ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒഴുകിപ്പോയി നഷ്ടപ്പെട്ട കുടുംബങ്ങൾ എന്ന് ആലോചിക്കണം. ഇവരൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, നമുക്ക് ഉറങ്ങാൻ പറ്റുമോ, നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ, നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ എന്നാണ് മമ്മൂട്ടി തൻ്റെ ഫാൻസിൻ്റെ ചില നേതാക്കന്മാരുമായിട്ട് വിളിച്ച് ചേർത്ത് ആഘോഷിച്ചാലോചിക്കണം. പക്ഷെ എന്നിട്ടും അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ അറിയാതെ ഞങ്ങളൊന്ന് ആഘോഷിക്കാം. അത് മനുഷ്യത്വപരമായ രീതിയിലേക്ക് മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കാം. ഇത്തവണ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അടുത്ത വർഷം ദുരന്തങ്ങളില്ലാതിരിക്കട്ടെ, അടുത്ത വർഷം ഒരു കുഴപ്പവുമില്ലാത്തതായിട്ട് ഇരട്ടി മധുരം പോലെ നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടി അടുത്ത വർഷം ആഘോഷിക്കാം, അതിൻ്റെ പരിപാടികൾ ആലോചിക്കാം എന്നാണ് മമ്മൂട്ടി പറഞ്ഞതായി മമ്മൂട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരും റോബർട്ടും അടക്കമുള്ളവർ പറഞ്ഞത്. നല്ല കാര്യം തന്നെയാണ്. രക്തം കൊടുക്കുന്നത് മഹാദാനം തന്നെയാണ്. അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇത് ആഘോഷങ്ങൾ മാറ്റിവെച്ചത് അത് മമ്മൂട്ടിയെ പോലുള്ളവർക്ക് മാത്രം ചെയ്യാം എന്നൊരു കാര്യം തന്നെയാണത്. താൻ പീക്ക് പീരീഡ് നിറഞ്ഞു നിൽക്കുമ്പോഴും സഹജീവികളുടെ കണ്ണ് ഒപ്പാൻ, കണ്ണീര് തുടയ്ക്കാൻ, അവരെ സഹായിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ കിട്ടുന്ന അവസരം തന്നെയാണ് തൻ്റെ പിറന്നാളിൻ്റെ ആഘോഷങ്ങളിൽ പ്രാമുഖ്യം.